4-ാം സ്ഥലം. ഈശോ വഴിയിൽ വെച്ച് തൻ്റെ മാതാവിനെ കാണും. 4-ാം ഇടമെന്ന് പറയുന്നത് തൊടുപുഴയിലാണ്. റോളർ സ്കേറ്റിംഗ് കോമ്പറ്റീഷൻ്റെ വേദി. നമ്മൾ പരിചയപ്പെടുന്ന ക്രിസ്തുമുഖം ശിവ എന്ന് പറയുന്ന 7 വയസ്സുകാരൻ. ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ സംഭവിക്കുന്നൊരു സംഭവമാണ്. ശിവ നീ കേറി വാടാ എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു പോസ്റ്റ്. ഈ സംഭവത്തിൻ്റെ ആധാരമെന്ന് പറയുന്ന സംഭവം, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ആധാരമായ സംഭവം എന്ന് പറയുന്നത്, ഓൾ കേരള റോളർ സ്കേറ്റിംഗ് കോമ്പറ്റീഷൻ നടക്കുകയാണ്. തൊടുപുഴയിൽ വെച്ചാണ് നടക്കുന്നത്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കോമ്പറ്റീഷനാണ്. ഫൈനലാണ്. അതിൽ 7 വയസ്സ് മാത്രം പ്രായമുള്ള ശിവ പങ്കെടുക്കുന്നുണ്ട്. ഇവൻ ഓടാൻ തയ്യാറാകുകയാണ്. ആദ്യത്തെ ലാപ്പ് ഓടാനായിട്ട് ഇവൻ തയ്യാറായി. അവൻ ഓടിത്തുടങ്ങി. ആദ്യത്തെ ലാപ്പിൽ തന്നെ വീണു. ആദ്യത്തെ ലാപ്പിൽ തന്നെ അവൻ വീണു. പക്ഷെ തോൽക്കാനായിട്ട് അവൻ സന്നദ്ധനായിരുന്നില്ല. അവൻ എഴുന്നേറ്റു, വീണ്ടും ഓട്ടം തുടങ്ങി. ഒത്തിരി ലാപ്പുകളുണ്ട് അല്ലേ? ആ ലാപ്പുകളിൽ അവനിനി ഒത്തിരി പേരെ മറികടക്കണം. ഈ ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഉറക്കെ ഉച്ചത്തിൽ, എടാ ശിവ കേറി വാ, നീ കേറി വാ, കേറ് കേറ്. അങ്ങനെ ഓരോ ലാപ്പ് കഴിയും തോറും പറയണ്, കേറടാ കേറടാ. ഭയങ്കര ഒച്ചത്തിലാണ് ഇവൻ വിളിച്ചു പറയുന്നത്. ഇത് വേറെ ആരുമില്ല, ഇവൻ്റെ സഹോദരനാണ്, ഇവൻ്റെ ചേട്ടനായിട്ടുള്ള ഒരു മനുഷ്യൻ. ഇവനിങ്ങനെ ഓരോ ലാപ്പിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഭയങ്കര എനർജിയാണ്. കുരിശുമായിട്ട് പോകുമ്പോൾ ഈശോ കാണുന്നത് മാതാവിനെയാണ്. അത് വലിയൊരു അനുഗ്രഹമാണ്. കാരണം നമ്മെ സ്നേഹിക്കുന്നവർ, നമ്മുടെ പ്രിയപ്പെട്ടവർ ആ യാത്രയിൽ ഒന്ന് ആശ്വാസമായിട്ടൊന്ന് കൂടെ നിൽക്കുമ്പോൾ അത് വല്ലാത്തൊരു ബലമാണ് നമുക്ക് നൽകുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് ഈശോ കുരിശിൻ്റെ വഴി പൂർത്തിയാക്കിയത് ഒരുപക്ഷെ മാതാവ് കൂടെ ഉണ്ടായിരുന്നുണ്ടായിരിക്കും. അങ്ങനെ ഈ ബ്രദർ ഇവനെ കേറി വാട ശിവ, കേറി വാട ശിവ എന്ന് പറഞ്ഞ് പല ആവർത്തി ആരെയും വകവയ്ക്കാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ലാപ്പും കഴിഞ്ഞു കേട്ടോ. ഓരോ ലാപ്പ് കഴിയുമ്പോഴും ഇങ്ങനെ ഓരോരുത്തരെ വെട്ടിച്ച് ഇവൻ ആ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയാണ്. ഈ ലാപ്പ് ഫിനിഷ് ഇടുമ്പോൾ അവൻ ഒത്തിച്ചേരുന്നത് 1-ാമത്തെ സ്റ്റേജിലാണ്. എങ്ങനെ തുടങ്ങിയോ അങ്ങനെ ചെന്ന് അവസാനിക്കുകയാണ്. വീണവനാണെന്നുകൊണ്ട് ഓർക്കണം. പക്ഷെ അവൻ ജയിച്ചു. ആ കോമ്പറ്റീഷനിൽ ഫസ്റ്റ് അടിക്കുകയാണ്. പക്ഷെ ഇതൊന്നല്ല കാര്യം. ഈ വീഡിയോ കഴിഞ്ഞ് വീഡിയോൻ്റെ താഴെയായിട്ട് കുറേ കമൻറ്റുകൾ വരുന്നുണ്ട്. ഈ കമൻറ്റുകളിൽ ഒരു കമൻറ്റ് ഇങ്ങനെയാണ്: ഇങ്ങനെ ആശ്വസിപ്പിക്കാനായിട്ട്, ചേർത്ത് നിൽക്കാനായിട്ട് ഒരാൾ മതി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി മനുഷ്യർ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകാറുണ്ട്. പലരും വീഴും. പലരുടെ ജീവിതത്തിലൂടെ ഒത്തിരി ദുഃഖങ്ങൾ, സങ്കടങ്ങളൊക്കെ കടന്നു പോകും. പറയണ് കൂടെ ഉണ്ടിട്ട ആ ഒരൊറ്റ വാക്ക് മതി. അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ നശിച്ചു പോയ ലക്ഷ്യങ്ങൾ, അവൻ വിടറിപ്പോയിട്ടുണ്ടെങ്കിൽ, പതറിപ്പോയിട്ടുണ്ടെങ്കിൽ അവൻ തിരികെ ആ പൂർവ ശക്തിയിലേക്ക്, പൂർവ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് അവന് സാധിക്കും. ഈ ക്രിസ്തുമുഖം പറയുന്നത് അത്ര മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരുടെ യാത്രകളിൽ, ഓട്ടങ്ങളിൽ ചെറിയ ആശ്വാസവാക്കുകൾ നൽകുന്ന നല്ല വ്യക്തിത്വങ്ങളായിട്ട്, ക്രിസ്തുമുഖങ്ങളായിട്ട് നമ്മൾ മാറുക. അതിനുള്ള കൃപ ലഭിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
സ്വന്തമാക്കൂ സഭയാകുമമ്മയെ തള്ളിടാതെ മാറോടു ചേർക്കും നീ എന്നുമെന്നും യേശുവേ. രക്ഷകാ സോദരരിൽ നിൻമുഖം കാണുവാൻ കൃപയേകണേ യേശുവേ. യേശുവേ രക്ഷകാ എൻ സോദരരിൽ നിൻമുഖം കാണുവാൻ കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ.